സുധേന്തിയെ ഇവളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? അവള് കരച്ചില് തന്നെയാ. കുടുംബത്ത് കലഹം ഉണ്ടാക്കിയിട്ട് ഇത് കല്യാണം നടത്തണ്ടെന്നാ പറയണേ. ഒറ്റ വീക്കാൻ വെക്കും. കുടുംബത്തെ കാര്യമൊന്നും നീ നോക്കണ്ട. നീ നിന്റെ കുടുംബം ഉണ്ടാവുമ്പോ നോക്കിയാ മതി. വല്യേട്ടനെ എല്ലാരും ഒറ്റപ്പെടുത്തും. വല്യേട്ടനെ എല്ലാവർക്കും ഒറ്റപ്പെടുത്താം. പക്ഷെ വല്യേട്ടൻ ഒറ്റപ്പെടാൻ വയ്യല്ലോ. അതല്ലേ വല്യേട്ടന്റെ കുറുക്ക്. എല്ലാം ഉണ്ട്. പക്ഷെ 50 പവനില്ല. എന്ന് വെച്ച് കല്യാണം നടക്കാണ്ടിരിക്കാൻ പോകുന്നില്ല. നിനക്ക് അത്യാവശ്യമുള്ള പൊന്നുണ്ട്. ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടൻ ചെയ്തു. ദാ പോരെ. ആ ഇനി പ്രതികൂട്ടി കയറാം. വിസ്തരിക്കാം. വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം. ഏട്ടൻ എന്താ പരിഹസിക്കാണോ? ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടൻ ചെയ്യണമെന്നും ചെയ്യല്ല. ഞാൻ എന്ത് ചെയ്തു? എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത്. ഒടുവിൽ നീ എന്ത് ചെയ്തു? എന്നെ വഞ്ചിച്ചു. ഇനിയും ഞാൻ ചെയ്യണോ നിന്നോട് ആലോചിക്കണോ? ഞാൻ പറയാം. എല്ലാവർക്കും ഭാഗം പിരിയണമെന്നുണ്ട്. അത് നടത്തി കൊടുക്കണം. ഇനി ആധാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ ഏൽക്കുകയും വേണം. അമ്മ എന്ത് പറഞ്ഞു? ആകം നടക്കട്ടെ. എല്ലാരും തല്ലിപ്പിരിയണേലും നല്ലത് അതന്നെയാ. നടക്കട്ടെ. വല്യമ്മാവ തന്നെ ഒന്ന് നടത്തി കൊടുക്കുക. എനിക്കിത് കാണാൻ വയ്യ. നടക്കട്ടെ. പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിയിട്ടില്ല. ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കെട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു. അല്ലാതെ നിങ്ങളാരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല.